അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കടെ പെറ്റ് സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് നേരെ വെളുത്തേക്ക് അടിച്ചലും തുടക്കലും വാരലൊന്നും അല്ലേ കേട്ടോ. ഇന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കിയാണ്ടേ പഞ്ചായത്ത് വരെ ഒന്ന് പോകാണ്ടേനി. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ പോയി വന്നാലാണ് ഇപ്പോൾ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ പൂച്ചക്ക് ഇന്നോണ്ടൊരു ദേഷ്യം. ഞാൻ എന്തെങ്കിലും എനിക്ക് തരാം. നീ ഞാൻ പൂച്ച എന്നിട്ട് തരാൻ നിൽക്കണേ. ഞാൻ ഇത് ദേഷ്യം പിടിച്ച് ഇന്നങ്ങ് നോക്കണ്. പാവട്ടോ പള്ളിയിൽ വെച്ചിട്ടുണ്ടാവും മനുഷ്യൻ്റെ മാതിരി തന്നെ. തണുപ്പിട്ടാൻ വേണ്ടി അവിടെ വന്ന് കിടക്കുകയാണ്. പുറത്തേക്ക് നോക്കാൻ വെച്ച വല്ലാത്ത ചൂടാണ്. പുറത്തേക്കൊന്ന് പോയാൽ പഞ്ചായത്ത് പോയെന്ന പോലെ തന്നെ ഞാൻ കുഴങ്ങി തളർന്നു കേട്ടോ വെയിലുകൊണ്ട്. അപ്പോൾ അവിടെ പോയെന്നതിൻ്റെ ശേഷം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് വിഷുച്ചന്തേനും പഞ്ചായത്തിൽ എല്ലാ സീരിയസ്മാരും വരണം, അയൽക്കൂട്ടത്തിൻ്റെ എല്ലാ ആൾക്കാരും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതേനി. അപ്പോൾ അവിടെ പോയി വന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായിക്കിട്ട് 1 മണിയൊക്കെ ഉണ്ട് തിരിച്ച് വന്നപ്പോൾ. രാവിലെ 10:00 പോയതേനി. അപ്പോൾ ചോറും കൂട്ടാൻ ഉണ്ടാക്കി വെച്ച് പോയതുകൊണ്ട് കുട്ടികൾക്ക് വന്നേക്കെ എടുത്തെടുക്കാനായി. ഇല്ലെങ്കിൽ വന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. വിഷുച്ചന്ത കേട്ടോ, ഒരു 1.5 വിഷുച്ചന്ത കേട്ടോ. കാണുന്നോലോടെയൊക്കെ ഉണ്ടായിനോ ഈ വിഷുച്ചന്ത? നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നോലോടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല. നല്ല പച്ചക്കറികളാണ്. നോക്കി നിങ്ങൾ വെണ്ടയ്ക്കൊക്കെ പച്ച വെണ്ടയ്ക്ക, പയറ്, ചീര, ഒരുപാട് സാധനങ്ങളുണ്ട്. പുതിയത് പറിച്ചുകൊണ്ടതാണ്. പൊന്നാരും മുത്തുമണികളെ, ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്നാണ് അമർത്തിയാണ്ട് ഓളൊന്നാണ് അമർത്തിക്കോളി. ഒരു ലൈക്ക് കൊണ്ട് അടിച്ചാളി. എന്നാൽ എനിക്കും സന്തോഷമായി, നിങ്ങൾക്കും സന്തോഷമായി. കണ്ടില്ല നിങ്ങൾ? കണ്ടില്ല എന്താ സാധനങ്ങൾ? ഇത് കുടുംബശ്രീന്ന് എല്ലാവരും വന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് നിർബന്ധം വെച്ചൊക്കെ കഴിഞ്ഞിട്ടോ. കുറേ ആൾക്കാർ വന്നു, കുറേ ആൾക്കാർ വന്നില്ല എന്ന് പറഞ്ഞില്ലേ. വത്തക്ക വെള്ളവും പായസവും എല്ലാ വിധവും ഉണ്ട്. ഇതുപോലെ ഓണച്ചന്തയും വിഷുച്ചന്തയൊക്കെ വെച്ചെങ്കിൽ തന്നെ കുടുംബശ്രീക്കാർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടുവച്ചുകൊണ്ട് വിറ്റ് നല്ല സന്തോഷത്തോട് കൂടി ഓൽക്കും സന്തോഷമായി, നമുക്ക് നല്ല സാധനം കിട്ടുന്നതാണ്. ചൂടത്ത് അങ്ങനെ ഇരിക്കല്ലേ, വെയിലില്ല പറഞ്ഞിട്ട് കാര്യമില്ല. സീറ്റിൻ്റെ വീട്ടിലാണ്, എന്നാലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടപ്പോൾ ഒരു താത്ത ഉണ്ടായിനി. ആ താത്തയും പോന്നിനി വാങ്ങിയാണ് പോകുന്നത്. ഞങ്ങളോട് പോകുന്നു കേട്ടോ. എൻ്റെ പെരിയ വന്ന് തിരുമ്പിയത് മെഷീനിലാണെങ്കിലും എടുത്ത് ഒലിമ്പണമല്ലോ. ഒലിമ്പിയാണ്ട് കൊണ്ടുപോയാണ്ട് തോരട്ടെ, ഉണക്കണമൊന്നുമില്ല. നല്ല പൊതിഞ്ഞ വെയിലല്ലേ, വെയിലത്താണ് കൊണ്ടുപോയിട്ടാൽ സാറായിട്ടാണ് ഉണങ്ങിക്കോളും. ഒടുങ്ങിയ നേരത്തെ ഉണക്കല്ലാതെ നല്ല വെയിലത്ത് കൊണ്ടുപോയാൽ ഇട്ടാൽ ഉണങ്ങാൻ എളുപ്പമുണ്ട്. കൊണ്ട് ഒലിമ്പട്ടെ. അപ്പോൾ തുണികളൊക്കെ ഒന്നാണ്ട് ഒലിമ്പി കിട്ടിയിരിക്കണ്. ഇനി കൊണ്ടുപോയാണ് തോരട്ടെ. ഇറയിലാണ് ഇടുന്നത്, എന്നാൽ തന്നെ ഉണങ്ങി കിട്ടിക്കോളും. വെയിലത്തിട്ടാൽ ഇപ്പോൾ കത്തിക്കരിയും തുണികൾ, അതുകൊണ്ട് വെയിലത്തിടുന്നില്ല, ഇറയിലാണ് ഇടുന്നത്. നമ്മളെ വീഡിയോ കാണുന്നവരെ ലൈക്ക് അടിച്ചാൽ മറക്കല്ലിട്ട മക്കളെ. ആ സബ്സ്ക്രൈബ് എന്നാണ് ചെയ്താണ്ട് ആ ബെല്ലുമ്മൽ എന്നാണ്ട് അമർത്തിയിട്ട് ഓളുമ്മൽ നിൽക്കാളിട്ടോ. നമ്മൾ മുറിയൂട്ടി കണ്ടില്ലേ, നമ്മളെ തിരുമ്പണ വെള്ളം കെട്ടാണ് തെങ്ങിൻ്റെ ഒറ്റയ്ക്ക് ഇട്ടതാണ്. അത് നേരെ തെങ്ങിന്ന് പുറത്തേക്കാണ് വരുന്നത്. മുറിയൂട്ടി സാറായിട്ടുണ്ടായിരിക്കണ്. അപ്പോൾ തിരുമ്പിത്തോരലൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. ഞാൻ എല്ലാം ഒത്തുക്ക് കറി കൊള്ളട്ടെ. വെറുതെ ഇനി കുളിച്ചതിൻ്റെ പൂലൊക്കെ പോവും. വെയിലുണ്ട് കണ്ട് വിയർത്ത് കുളിച്ചിപ്പോൾ. അപ്പോൾ നമ്മളെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം വീണ്ടും നിങ്ങൾ ഉണർത്തുന്നു. നമ്മളെ മുറ്റത്തിൻ്റെ ചേലാണെന്ത്, മുറ്റം രാവിലെ അടിച്ചരിയതാണ് വാരിടുമ്പോത്തിന് പിന്നെ മുറ്റത്ത് ചമ്മൽ ചാട്ടിൽ തുടങ്ങും. എന്താ ചെയ്യണത്? ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ നാളെ വരാം. അസ്സലാമു അലൈക്കും.